അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അനുദിന അനുഗ്രഹ പ്രാർത്ഥന. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവ്, ഈ പ്രഭാതം അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ. ഇന്ന് രാത്രി നല്ല ഉറക്കം ലഭിച്ചവരുണ്ട്, ഒരുറക്കവും ലഭിക്കാതിരുന്ന മനസ്സ് അസ്വസ്ഥമായവരുണ്ട്. രണ്ട് കൂട്ടക്കാരെ ഈ സമയത്ത് കർത്താവ് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം ഈ രണ്ട് പക്ഷം ആൾക്കാരുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉറക്കം ലഭിച്ചവർക്ക് ആ സമാധാനം നിലനിന്ന് പോകാനും വലിയ ഫലങ്ങൾ, ക്രിസ്തുവിൻ്റെ ഫലങ്ങൾ, സുവിശേഷത്തിൻ്റെ ഫലങ്ങൾ പ്രയോഗിക്കാനും സഹായിക്കട്ടെ. ഉറക്കം ലഭിക്കാത്തവർക്ക് സമാധാനപ്പെട്ട് ഞങ്ങളുടെ സമാധാനം ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ക്രിസ്തുവാണ് സമാധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ക്രിസ്തുവിലൂടെ അവർക്ക് സമാധാനം ലഭിക്കാൻ, ക്രിസ്തുവാകുന്ന സമാധാനം ലഭിക്കാൻ അവരെ ക്രിസ്തുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുത്തിക്കൊണ്ട് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി ബാധിച്ച് പ്രാർത്ഥിക്കണമേ. ഈശോയെ, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അത് എൻ്റെ കൂടെയുള്ളവൻ ചതിക്കുമോ, പാർട്ട്ണർ ചതിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് കച്ചവടത്തിൽ ആശങ്കയുള്ളവരുണ്ട്. ഏജൻ്റ് അടുത്ത് പൈസ കൊടുത്തിട്ട് സംശയത്തോടെ ചതിക്കപ്പെടുമോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. അവിടെ നിന്ന് വിസ അയച്ചിട്ടുണ്ട്, ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും പോസ്റ്റിൽ കിട്ടാത്തവരുണ്ട്. പാസ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് ആ പാസ്പോർട്ടിൽ വിസ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നവരുണ്ട്. ഇങ്ങനെ ആശങ്കപ്പെടുന്ന ജനങ്ങളെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, പല കാര്യങ്ങളെ ഓർത്തും മർത്ത പല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നീ ആകുല ചിത്തയാണെന്ന് പറഞ്ഞ പോലെ ഈശോയെ, മനുഷ്യർ പല കാര്യങ്ങളെ ഓർത്ത് ആകുല ചിത്തയാണ്. കർത്താവ്, അവർക്ക് ഒന്ന് മാത്രം മതി നീ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ദൈവത്തിൻ്റെ രാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്ന് അതിൻ്റെ അർത്ഥം. കർത്താവ്, ആ ഭാഗമാണ് ഞങ്ങളിന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവെ, നിൻ്റെ നാമത്തെ മക്കളെ ആശീർവദിക്കണം. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, നിൻ്റെ ശാരീരിക അസുഖമുള്ളവനാണ് നീയെങ്കിലെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, മാനസിക പീഡയുള്ള വ്യക്തിയാണെങ്കിൽ കർത്താവ് നിന്നെ ഈ ദിവസം എത്തിപ്പെടുത്തട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ജീവിത പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ് നീയെങ്കിലെ കർത്താവ് നിൻ്റെ പ്രശ്നം ഏറ്റെടുക്കട്ടെ, നിന്നെ സമാധാനപ്പെടുത്തട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ ഞാൻ നിന്നെ ആസ്വദിക്കുന്നു. നീ ജീവിതത്തിലെ നിൻ്റെ യാത്രയിൽ തടസ്സമുള്ളവരുണ്ടാകാം. യാത്ര വേണം, യാത്ര പോകണം, യാത്ര പോയേ മതിയാവൂ. പക്ഷേ ആവശ്യമായ സമ്പത്തില്ല. അതിന് നമുക്ക് അവിടെ ചെന്നാൽ താമസിക്കാൻ ഇടമില്ല, അവിടെ ചെന്നാൽ അക്കോമഡേഷൻ ഇല്ല, ഫുഡില്ല, പലതരത്തിൽ ആരെ ആശ്രയിക്കുമെന്ന് അറിയാമല്ല, ആശ്രയിക്കാൻ ആളില്ല. അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതിൻ്റെ ആകുലതയാണ് നിനക്കെങ്കിൽ ഇന്ന് ആ ആകുലത മാറിയിരിക്കും. 71 മണിക്കൂറിൽ ആ വിഷയം മാറിയിരിക്കുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച പോലെ എല്ലാ ഇല്ലായ്മകൾക്കും വീട്, ജോലി, വിവാഹം, സമാധാനം, വഴി, വെളിച്ചം, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇല്ലായ്മയൊക്കെ കർത്താവെ, പഠിച്ചിട്ട് മനസ്സിലാകണില്ല, പഠിച്ചിട്ട് കയറുന്നില്ല, പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കൂട്ടി നോക്കിയിട്ട് ഒക്കണില്ല മാർക്ക്, അങ്ങനെ എല്ലാ തരത്തിലും സമം നഷ്ടപ്പെട്ടവർ കർത്താവെ, പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലം ഉണ്ടായിട്ടുള്ള വരുമാന മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്ത് വരുമാനം, എന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കും എന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടണില്ല. അങ്ങനെ ഐഡിയ കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഇന്ന് കർത്താവെ 12 മണിക്കുള്ളിൽ, രാത്രി 12 മണിക്കുള്ളിൽ അവർക്ക് ആവശ്യമായ ആശയങ്ങൾ കിട്ടിക്കൊണ്ട് അതിൻ്റെ അടയാളം കാണിച്ചുകൊണ്ട് അവരെ നീ സെറ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് നീ ആ മക്കളെ അനുഗ്രഹിക്കാൻ പോകുന്ന ഓരോ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ എനിക്ക് നന്ദി പറയുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ മക്കൾ ഈശോ നാമത്തിൽ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, ഇന്ന് ഈ ആശീർവാദം വാങ്ങിക്കുന്ന മക്കൾ ഒരെണ്ണം പോലും സങ്കടപ്പെട്ട് രാത്രി കിടക്കാൻ വരരുത്. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിന് മധ്യസ്ഥ മക്കളെ ഏൽപ്പിക്കുന്നു. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം. പ്രയോറിറ്റിയുടെ കാര്യമാണ് പറയുന്നത് ഇവിടെ. മത്തായി 6:30 വായിച്ചേ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളവയെല്ലാമാണ്. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും. അപ്പോഴേ അവയോടൊപ്പം മറ്റുള്ളവയെല്ലാം
എംഫസിസ് കൊടുക്കേണ്ടത് മറ്റുള്ളവയെല്ലാം എന്നാണ്. പിന്നെ എംഫസിസ് കൊടുക്കേണ്ടത് ആദ്യം എന്നാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയുന്നതാണ്, എപ്പോഴും പറയും. കാര്യം ഇതൊരു അടിസ്ഥാന വചനമാണ്, ഇതൊരു കീ വേർഡാണ്. ഇതിട്ടാലാണ് ബാക്കിയെല്ലാം തുറന്ന് കിട്ടുന്നത്. ഇതിനോട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ലൂക്ക 10:42. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പം എന്താണ് ആദ്യം എന്ന് പറഞ്ഞാൽ, ആദ്യം ദൈവരാജ്യവും നീതിയും. ഇപ്പം എന്താ പറയണത്? ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. മറിയം നല്ല ഭാഗം, ദൈവവചനം നടപ്പിൽ വരുത്തുന്ന ഭാഗമാണ് നല്ല ഭാഗം. അപ്പം ദൈവവചനം ആദ്യം അന്വേഷിക്കണം, അത് നടപ്പിൽ വരുത്തുമ്പോഴാണ് ദൈവരാജ്യം വരണത് നമ്മളിൽ തന്നെ. അപ്പോൾ ബാക്കിയുള്ളത് ചേർത്ത് നൽകണതാണ്. ആ ചേർത്ത് നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് മാർത്ത പലവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള ഊക്കുണ്ടാകുകയായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വചനവും വായിച്ചതിൻ്റെ ഇരുട്ടത്ത് വീട്ടിൽ കുത്തിയിരിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. വചനം നടപ്പിൽ വരുത്തുന്നത് ജീവിതത്തിൻ്റെ മുഖ്യമായ അജണ്ടയായി മാറണം. നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രയോറിറ്റി വചനം ജീവിക്കുന്നതിലായി കാണണം. സുവിശേഷ സാക്ഷ്യ ജീവിതത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ചേർത്ത് നൽകപ്പെടും. ദിവ്യകാരുണ്യത്തിന് കർത്താവിൻ്റെ അടുത്തിരിക്കുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കണേ. നിങ്ങളുടെ വിഷയങ്ങൾക്കിവിടെ പ്രസക്തിയില്ല. എന്താ കാര്യം? അത് പറയാൻ അമ്മയുണ്ട്. അവർക്ക് വീഞ്ഞില്ലെന്നോ ഉദ്യോഗമില്ലെന്നോ കടമാണെന്നൊക്കെ പറയാൻ ഒക്കെ ആളുണ്ട്, പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ട്. അപ്പം നിങ്ങളിവിടെ സന്തോഷമായിരുന്നാൽ മതി. ശ്രുതികട ഹല്ലേലൂയ. അപ്പോഴേ അച്ഛനിലൂടെ ഈശോ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കണത്? ഈശോ ആരിലും അവലംബിച്ചില്ല. അവലംബങ്ങൾ നാളെ നമുക്ക് ആദികളും സങ്കടങ്ങളും ഉണ്ടാക്കും. ഈശോ ആരെയും അവലംബിച്ചില്ല, ശിഷ്യന്മാരെ പോലും അവലംബിച്ചില്ല. അവർ നമ്മളെ സഹായിക്കണേ സഹായിച്ചോട്ടെ, പക്ഷെ നിങ്ങൾ അവലംബം വെക്കരുത്. അവലംബിച്ചാൽ നാളെ നിങ്ങൾക്ക് സങ്കടമുണ്ടാകും. മക്കളെ, അവലംബങ്ങൾ വെച്ചാൽ സങ്കടം മാത്രമല്ല, പ്രസരണ നഷ്ടമുണ്ടാകും. എന്നാ ഈ പ്രസരണ നഷ്ടം എന്ന് പറയുന്നത്? KCBക്കാരുടെ വർത്തമാനമാണ്. KCBക്കാർ കുറേ കറണ്ട് ഉണ്ടാക്കുമല്ലോ ഇടുക്കിയിലെ. അത് ആലപ്പുഴ വരുമ്പോൾ കുറേ മരങ്ങളിലും ഒക്കെ തട്ടിയും മുട്ടിയും, പിന്നെ കുറേ കമ്പി തന്നെ കുടിക്കും കറണ്ട്. അവർ വരുന്ന പണ്ട് ചെമ്പ് കമ്പിയായിരുന്നു, ഇപ്പോൾ അലൂമിനിയം കമ്പിയല്ലേ. അപ്പോൾ കുറേ കമ്പി തന്നെ കറണ്ട് കുടിക്കും. അവർ 100 വാട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആലപ്പുഴ വരുമ്പോൾ അത് മിക്കവാറും 55 ആകും. അതിനാണ് പ്രസരണ നഷ്ടം എന്ന് പറയുന്നത്. ഈ പ്രസരണ നഷ്ടം ആധ്യാത്മികതയിലും ഉണ്ട്. നമ്മൾ അപ്പം സഹായിക്കും, അളിയൻ സഹായിക്കും, ആങ്ങളെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്രയം വെച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രസരണ നഷ്ടം ഉണ്ടാകും. ഈശോ ശിഷ്യന്മാരെ സഹായിക്കുമെന്നൊന്നും ആൾ കരുതിയില്ല. ഈശോ പറഞ്ഞത്, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, എന്താണ്? നിങ്ങളെല്ലാവരും എന്നെ ഇട്ടേച്ചും പോകുന്ന കാലം വരും, എങ്കിലും ഞാൻ ഏകനല്ല, പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ ഈശോൻ്റെ അനുഭവം നോക്കാനാണെങ്കിൽ അവസാനം പിതാവും ഈശോനെ ഉപേക്ഷിക്കുന്നുണ്ട്. പിതാവ് ഉപേക്ഷിക്കത്തില്ലേ? ഈശോക്ക് തോന്നിയതാ. നമുക്കിതുപോലെ തോന്നലുണ്ടാവുകയെ. പിതാവ് ആരെയും ഉപേക്ഷിക്കത്തില്ല, ഈശോക്ക് തോന്നിയതാ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്നാ അച്ഛാ ഇങ്ങനെ പറയണത്? ഈശോക്ക് അങ്ങനെ തെറ്റായ കാര്യങ്ങൾ തോന്നുമോ? അതല്ല മക്കളെ, ഈശോ മനുഷ്യരൂപത്തിലല്ലായിരുന്നോ? മാംസത്തിലല്ലായിരുന്നോ? ഈ മാംസത്തോട്ട് ഇവർ രാത്രി മുഴുവൻ എന്നാ കാണിച്ചത്? ഫ്ലജല്ലോ എന്ന് പറയുന്ന ആ ചൂണ്ടച്ചമ്മട്ടിയില്ലേ, അതുകൊണ്ട് വലിച്ചടിച്ച് ആ അടിയിൽ 7 ചമ്മട്ടിയല്ലേ അടിക്കണത്. അങ്ങനെ 121 പ്രാവശ്യമോ 151 പ്രാവശ്യമോ അടിക്കണില്ലേ? അടിയെല്ലാം കൊണ്ടു കഴിയുമ്പോൾ ഈ ചൂണ്ട പൂണ്ട് പിടിക്കും ശരീരത്തിലെ. എന്നിട്ട് അത് പറിച്ചല്ലേ എടുക്കണത്. അപ്പോഴേ ശരീരം ഇങ്ങനെ തുറന്ന് പോകും. അതിൽ നിന്നെല്ലാം ചോര വന്ന് വറ്റി വാർന്ന് ഉണങ്ങി പ്രാണൻ ഇങ്ങനെ ബോധം പോകും. അങ്ങനെ വരുമ്പോൾ എന്നാ പറ്റും? അപ്പനടുത്ത് നിന്നാലും അറിയാണ്ട് വരും. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ തന്നെയാണെങ്കിലും നമുക്ക് നല്ല വേദന. ഇപ്പോൾ ചില ആൾക്കാർക്ക് അസ്ഥിയൊക്കെ ഒടിഞ്ഞിട്ടില്ലേ? ഇപ്പോൾ അപകടമൊക്കെ വരുമ്പോൾ അസ്ഥി ഒടിയുമ്പോൾ നമുക്ക് പ്രാണവേദനയായിരിക്കും, പക്ഷേ
നമ്മുടെ ഏറ്റവും അടുത്ത ആളായിരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നത്. അവരെന്നാ സ്നേഹം കാണിച്ചാലും എന്ത് പരിചരണം കാണിച്ചാലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. മനസ്സിലായി? അപ്പോൾ അവർ പരിചരണം കാണിക്കാഞ്ഞിട്ടാണോ? അല്ല, നമ്മുടെ വേദന കാരണം നമുക്കത് അനുഭവപ്പെടുന്നില്ല. പല കാര്യങ്ങളും പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈശോയ്ക്കും അങ്ങനെയാണ് സംഭവിച്ചത്. ഈശോനെ അപ്പൻ ഉപേക്ഷിച്ചതല്ല. ഈശോ നമുക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളുടെ തീവ്രത കാരണം അപ്പൻ്റെ സ്നേഹം ഈശോയ്ക്ക് പോലും മനസ്സിലാകാത്ത ഒരു ഭൂമിയാണിത്. മനസ്സിലായില്ലേ? ദൈവം കൂടെ നിന്ന് നമ്മളെ ശ്രദ്ധിച്ചാൽ പോലും വേദനയുടെ തീവ്രതയിൽ നമ്മൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമാകാത്ത ചില നിമിഷങ്ങളുണ്ട്. ഇവിടെ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. മനുഷ്യന്മാരിങ്ങനെ 10,000 കൊല്ലം ഇവിടെ ജീവിച്ചെങ്കിലും ഈ ഭൂമി തരുന്ന വേദനയുടെ ചില നിമിഷങ്ങളിൽ എന്നാ ഒരു മറുകൃതി ചെയ്യണമെന്നുള്ളത് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് അറിയത്തില്ലായിരുന്നു. സോക്രട്ടീസ്, പ്ലീനി, പ്ലേറ്റോ, അരിസ്റ്റോട്ടൽ, അങ്ങനെ മഹാരഥന്മാർ എന്തുമാത്രമാണെങ്കിലും ഈ വേദനയുടെ തീവ്രതയിൽ കൈവിട്ടപ്പെട്ട അനുഭവം വരുമ്പോഴേ മനുഷ്യന്മാരെന്നാ ചെയ്യണമെന്ന് ഒരു മതക്കാരും ഒരു വിശ്വാസികളും മനുഷ്യരാശിയോട് പറഞ്ഞു കൊടുത്തില്ല. പരിശുദ്ധാത്മാവ് മാത്രമാണ് പറഞ്ഞു കൊടുത്തത്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ജീസസ് കുറച്ച് കഴിയുമ്പോൾ അവസാന നിമിഷമാകുമ്പോൾ അപ്പൻ നിൻ്റെ കൂടെ നിന്നാലും നിനക്ക് അപ്പനെ ഫീൽ ചെയ്യത്തില്ല. അപ്പം നീ കാറ് നിലവിളിക്കും, അപ്പാ എന്താണ് എന്നെ ഉപേക്ഷിച്ചതെന്ന് ചോദിക്കും. അങ്ങനെ അപ്പനെ ഫീൽ ചെയ്യാത്ത സമയം വന്നാൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് ചെവിയിൽ പറഞ്ഞു, എന്ത് ചെയ്യണം? സമർപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഈശോ അടുത്ത നിമിഷം അതേ ശ്വാസത്തിൽ തന്നെ പറഞ്ഞു, അപ്പാ അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കും. ദിസ് ഈസ് ബെറ്റർ ദാൻ ലവ്, ദിസ് ഈസ് മോർ ദാൻ ലവ്. ഈ സമർപ്പണമെന്ന് പറയുമ്പോൾ അതിൽ വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, സ്നേഹമുണ്ട്. സ്നേഹത്തൊക്കെ വലതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിറച്ചാണ് കർത്താവ് മനുഷ്യരാശിയെ പഠിപ്പിച്ചത്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കർത്താവേ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ, ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ഉയർത്തിയടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ, കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ, കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഈ സമർപ്പണം എന്ന് പറഞ്ഞ സംഭവമില്ലേ, അതൊരു നിധി പോലെയാണ് വർക്ക് ചെയ്യണത്. അതൊരു ട്രഷറാണ് മക്കളെ. ഏതെങ്കിലും നിത്യതയും നമ്മൾ ഹാർവസ്റ്റ് ചെയ്യണത് എന്താണെന്നറിയാവോ? നമ്മൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹത്തിലൂടെ ആർജിച്ചതിനേക്കാൾ വലുത് മൂല്യമുള്ളത് സമർപ്പണത്തിനായിരിക്കും. കാര്യം കർത്താവ് ഈ മഹത്വപ്പെട്ടത് എങ്ങനെ? സമർപ്പണത്തിൽ വെച്ചാൽ മഹത്വപ്പെട്ടത്. ഇപ്പം ഞാനിത് എന്നിലൂടെ ഇത് പറയാൻ വേണ്ടി, ഇതൊന്നും പഠിച്ച കാര്യങ്ങളല്ലല്ലോ, കർത്താവ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. അങ്ങനെ പഠിച്ചു പറയുന്ന പ്രസംഗമല്ല. അപ്പോഴേ കർത്താവ് സംസാരിക്കത്തില്ല, നമ്മുടെ ബുദ്ധിയും അറിവേ സംസാരിക്കത്തുള്ളൂ. പ്രാർത്ഥിക്കും, കുറേ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു വചനം കർത്താവ് തരും, ആദ്യമേ തൊട്ട് തുടങ്ങുമ്പോൾ ബാക്കി അതാത് സമയത്ത് കർത്താവ് ഇങ്ങനെ കടുപ്പിച്ച് തരും. ഇപ്പോൾ എന്നാ പറയണത്? സമർപ്പണം എന്നാണെന്ന് പറഞ്ഞത് നിധിയാണെന്ന് പറഞ്ഞു. നിധി എന്ന് പറഞ്ഞാൽ
നിത്യത കണക്കാക്കിയാണ് നിധി വരുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് ഈ ടോക്കിലേക്ക് വരാൻ, ഈ ആശയത്തിലേക്ക് വരാൻ കാര്യം എന്താണ്? മകളെ, IVF 2 കഴിഞ്ഞു, ഗർഭപാത്രം നിൻ്റെ കുഞ്ഞിനെ താങ്ങണില്ല, അത് അബോട്ടായി പോകുന്നു, ഇനി ഒരു അണ്ടമേ ഉള്ളൂ ഫ്രീസറിൽ, അതിന് 75 രൂപ കൂടി മുടക്കിയാൽ അത് കൂടി വെച്ച് തരാം, കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പോഴും നമ്മളെന്നാ ചെയ്യും? നമ്മളും കർത്താവിനെ കൊണ്ടുവന്നിട്ട് അവളെ മാതാവിൻ്റെ മുമ്പ് നിർത്തിയിട്ട് പറയും, അവിടെ വയറെ തൊടും, അടിവയറ്റ് തൊട്ട് പറയും, അമ്മേ കൊടുക്കാൻ എന്തെങ്കിലും ലീസ്റ്റ് ചാൻസ് ഉണ്ടെങ്കിൽ അമ്മ ഈ കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയും. എന്താ കാര്യം? അമ്മയുടെ അനേകം കുഞ്ഞുങ്ങളുണ്ട്, നമുക്കറിയാം. അപ്പോഴമ്മ പറയും അവളെ സംബന്ധിച്ചുള്ളത് സമർപ്പണമാണെന്നുണ്ടെങ്കിൽ അതൊരു കുഞ്ഞിനേക്കാളും 1000 കുഞ്ഞുങ്ങളുടെ നിധിയാണത്. കർത്താവ് നേടിയെടുത്ത അതാണല്ലോ. ദൈവവേദന നീ ഓർക്കണം. എൻ്റെ മക്കളെ, നിങ്ങളൊരു കാലത്ത് പറയും കർത്താവ് തന്നതിനേക്കാൾ വലുതായിരുന്നു കർത്താവ് തരാതിരുന്നതെന്ന്. തന്നതിന് സ്നേഹം വരെ മതിയാവും, തരാത്തതിന് സമർപ്പണം വേണ്ടി വരും. തന്നതിന് വിശ്വാസം, പ്രത്യാശ, സ്നേഹം വരെ ദൈവിക പുണ്യങ്ങൾ മതിയാവും, തരാത്തതിന് എന്ത് വേണം? സമർപ്പണം. എൻ്റെ ദൈവം എന്തെങ്കിലും കാര്യം ദൈവം തരാത്തതുണ്ടാകണം. ഇപ്പം നിങ്ങൾ ചെറിയ പറയത്തില്ലേ, അച്ഛാ കുഞ്ഞുനാൾ മുതൽ എൻ്റെ അമ്മ നല്ല അമ്മയാണ്, എൻ്റെ അമ്മയാണ് എൻ്റെ റോൾ മോഡൽ. പക്ഷേ എൻ്റെ അമ്മ എന്നെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ എന്നെ 10ാം ക്ലാസ് മുതൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആരാണ് ഭർത്താവ്, ആരാണ് ഭർത്താവിൻ്റെ അമ്മ എന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ തീരുമാനിച്ചൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചതും ഒത്തിരി പ്രാർത്ഥിച്ചാണ്. എന്നിട്ട് പിന്നെ ഇവർ സംസാരിക്കത്തില്ല എൻ്റെ ഇടയ്ക്ക്. എന്താ കാര്യം എന്നറിയാവോ? അവർ പറഞ്ഞതും പഠിച്ചതും ഒന്നുമല്ല അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പകുതിയെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛാ ഞാൻ സർവൈവ് ചെയ്യണം, എനിക്ക് ഐ കാൺ സർവൈവ്. എൻ്റെ കുഴപ്പമില്ല, എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അയാളെ വാപിടിച്ച് തെറിയ പറയത്തുള്ളൂ. അയാളുടെ സെക്സ് പോലും ചുമ്മാ ആളെ ഉപയോഗിക്കണം എന്നല്ലാതെ സ്നേഹിക്കാൻ വേണ്ടിയല്ല. അത് ഇനി അച്ഛനോടൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ മടുത്തെന്ന് അവൾ പറയണില്ല, അവൾക്ക് നല്ല ആധ്യാത്മികതയുള്ളതുകൊണ്ട് പറയത്തില്ല. പക്ഷേ എനിക്കറിയത്തില്ല എന്നാ ചെയ്യണമെന്ന്. ഞാൻ മടുത്തെന്ന് പറയണില്ല, കർത്താവ് തന്നതല്ലേ, ഈശോയും ഈ പാനപാത്രം തന്നതല്ലേ എന്ന് അപ്പാ തന്നെന്ന് പറഞ്ഞില്ലേ. അപ്പം എനിക്കറിയത്തില്ല എന്നാ ചെയ്യണമെന്ന്. അതാ നിന്നോടാണ് ഇപ്പോൾ ഈശോ സംസാരിക്കണത്, മകളെ സമർപ്പിക്കണമെന്ന്. എന്താ കാര്യം? പിതാവിൻ്റെ ആബ്സൻസ് തോന്നണ വിഷയം, പിതാവിൻ്റെ ആബ്സൻസ് തോന്നണ വിഷയം എന്നാ? പിതാവിൻ്റെ അസാന്നിധ്യം തോന്നണ വിഷയം എന്നാ? പിതാവിൻ്റെ അസാന്നിധ്യം തോന്നണ വിഷയം നിത്യതയുടെ വിഷയമാണ്. നിത്യതയുടെ വിഷയം, നിത്യതയുടെ ആസ്തി ഉണ്ടാക്കുന്നത് ഈ ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ആഭവത്തിൽ നിന്നാണ്. അച്ഛൻ പറഞ്ഞ മനസ്സിലായ മക്കളെ? എന്തെങ്കിലും കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കാത്തത്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്തത് ജീവിതത്തിൽ ഉണ്ടാവണം. അത് പിതാവിൻ്റെ ആഭവം, ആബ്സൻസ് ഓഫ് ഗോഡിൻ്റെ ഒരു എക്സ്പീരിയൻസാണ്, അനുഭവമാണ്. ദൈവത്തിൻ്റെ ആഭവത്തിൻ്റെ ദൈവം ആ മേഖലയിൽ പ്രവർത്തിക്കണില്ല, അവിടെ ആഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല. അതെന്തിനുള്ളതാണ്? സമർപ്പണത്തിനുള്ളതാണ്. ഇത് നോൻപ് കാലമാണ്. ദൈവമാണ് നിന്നോടും എന്നോടും ഒരിക്കൽ സംസാരിക്കണത്. എന്നോട് നേരത്തെ സംസാരിച്ചിട്ട് ഞാനിപ്പോൾ ഒന്നും സംസാരിക്കുകയല്ല, നിന്നോടും എന്നോടും ഇപ്പം തന്നെയാണ് ദൈവം സംസാരിക്കുന്നത്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ആഭവത്തിൻ്റെ സ്ഥലം, ആഭവത്തിൻ്റെ അനുഭവങ്ങൾ എന്തിനുള്ളതാണ്? സമർപ്പിക്കാനുള്ളതാണ്. സമർപ്പണം എന്തിനുള്ളതാണ്? ആത്മാവിൻ്റെ മഹത്വത്തിനുള്ളതാണ്. മഹത്വം എന്തിനുള്ളതാണ്? നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇയാൾ ഈ വിറകഷ്ണത്തിൽ ഈ പരുവത്തിലായത് എന്തിനു വേണ്ടിയാണ്? നിത്യതയാണ്. ഇപ്പം നമ്മൾ ഉടമ്പടി പോലും അച്ഛൻ പറഞ്ഞു എന്താണ്? ദിവ്യകുർബാന പോലും ഒരു ഉടമ്പടിയാണ്, ആണല്ലോ. ഉടമ്പടി അല്ലാതെ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായില്ലേ? എബ്രഹാത്തിൻ്റെ കാലം മുതൽ എബ്രഹാത്തിനോട് ചെയ്തത് ഓറൽ കവനൻറ്റ്, വാചിക ഉടമ്പടി. മോസസിനോട് ചെയ്തത് റിട്ടൺ കവനൻറ്റ്, എഴുതി കൊടുക്കണ രേഖാമൂലമുള്ള ഉടമ്പടി. ഈശോയിലൂടെ ചെയ്യണ ഉടമ്പടിയാണ്. ഡു ദിസ് മെമ്മറി ഓഫ് മീ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ചെയ്യണ ഉടമ്പടിയാണ്. ചെയ്യണ ഉടമ്പടിയിൽ എന്താ ഉണ്ടായിരുന്നത്? നിത്യതയാണ് വാഗ്ദാനം. നമ്മുടെ ജോലി ഒന്നുമല്ല വാഗ്ദാനം. ചെയ്യണ ഉടമ്പടി കുർബാനയിൽ എന്താണ് വാഗ്ദാനം വെച്ചിരിക്കുന്നത്? നിത്യതയാണ് വാഗ്ദാനം വെച്ച്. ഇപ്പോൾ കുർബാനയുടെ പെരുന്നാൾ വരാൻ പോകണ്ടേ? മനസ്സിൽ ഓർത്തേക്കണം. ഒരു 100 ജന്മം ഈ ഭൂമി ജീവിച്ചാലും നമുക്ക് കുർബാനയ്ക്ക് സ്ഥാപിച്ചതിന് പകരം നന്ദി പറഞ്ഞ് നമ്മൾ തീരത്തില്ല. അത്രയ്ക്ക് വലുതാണ് കുർബാനയുടെ വാഗ്ദാനം. എന്താണ് എബ്രഹാത്തിനോട് ചെയ്ത വാഗ്ദാനം? എന്താണ്? സ്ഥലവും സന്താനവുമാണ്, ഇല്ലേ? എല്ലാ ഉടമ്പടിക്കും വാഗ്ദാനങ്ങളുണ്ട്. മോസസിനോട് ചെയ്ത വാഗ്ദാനം എന്താണ്? ഒരു രാജ്യമാണ്, ഇല്ലേ?
അപ്പോൾ എബ്രഹാത്തിനോട് ചെയ്ത വാഗ്ദാനം എന്താണ്? നീ എൻ്റെ മുമ്പാകെ നിന്നാൽ മതി, വിശുദ്ധി പ്രാപിച്ചാൽ മതി. മോസസിനോട് എന്ത് ചെയ്ത വാഗ്ദാനം? 10 നിബന്ധന കൊടുത്തു. മോസസിന് ഒരു നിബന്ധനയല്ല, രാജ്യം തരാം. പക്ഷേ രാജ്യം തരുമ്പോൾ എന്ത് ചെയ്യണം? 10 നിബന്ധന ഉണ്ട്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്, ദൈവത്തിന് നാം വൃഥാ പ്രയോഗിക്കരുത്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, കർത്താവ് കർത്താവ് കർത്താവ്. അതാണ് ആദ്യം. ഇവിടെപ്പെട്ട് ചെയ്യുന്നവരെല്ലാം ശ്രദ്ധിക്കുക. കുർബാനയ്ക്ക് മുമ്പും ഈശോ തന്നെയാണ് പറഞ്ഞത്, മോസസിനോട് പറഞ്ഞ നിബന്ധന തന്നെയാണ്. നിബന്ധനയ്ക്ക് മാറ്റമില്ല. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ദാറ്റ് ഇസ് കറക്റ്റ് അല്ലേ? കാല് കഴുകിയപ്പോൾ എന്താ പറഞ്ഞത്? കുർബാന സ്ഥാപിക്കുന്ന മുമ്പ് ചെയ്ത കാര്യം എന്താണ്? കാല് കഴുകി ദാസനായി തീർന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞേ, യോഹന്നാൻ 13:13 നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. എൻ്റെ അർത്ഥം എന്താണ്? നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. കൈയടിച്ച് കർത്താവ് ദൈവത്തിൻ വന്നാമത്തെ ദുഃഖങ്ങൾ നീക്കുന്ന രോഗങ്ങൾ മായ്ക്കുന്ന ജീവിക്കും കർത്താവിനെ. സ്തുതിക്കാമെന്നാളും വർണ്ണിക്കാമെന്നാൾ ദൈവത്തിൻ വന്നാമത്തെ ദുഃഖങ്ങൾ നീക്കുന്ന രോഗങ്ങൾ മായ്ക്കുന്ന ജീവിക്കും കർത്താവിനെ. നിന്റെ സവിതേ വരുന്നു ഞങ്ങൾ, കൃപ മാറി ചെയ്യണമേ, മരുഭൂവിൽ ജീവിച്ചിടാ. കൃപയേറും നാദാതിന്റെ സവിതേ വരുന്നു ഞങ്ങൾ, കൃപ മാറി പെയ്യണമേ, മരുഭൂവിൽ ജീവിച്ചിടാ. ആ വാക്കെല്ലാം ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. അതായത് നിങ്ങളുടെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നോ ഓപ്ഷനാണ്. അതായത് നോ ഓപ്ഷൻ എന്ന് പറയുന്നുണ്ടല്ലോ മക്കളെ, പ്രാർത്ഥന മുടങ്ങിപ്പോണത് വരെ നോ ഓപ്ഷൻ്റെ അണ്ടറിൽ വരുന്ന വിഷയങ്ങളാണ്. നമ്മൾ ഒരു പ്രാർത്ഥന മുടങ്ങിപ്പോണെന്ന് വിചാരിച്ചോ, ഒരു കുർബാന മുടങ്ങിപ്പോണ്, അതുപോലും ഇതിൻ്റെ ബാക്കിൽ വരുന്ന വിഷയങ്ങളാണ്. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നേ. എന്തിനാ എഴുന്നേൽപ്പിച്ചെന്നറിയാവോ? ചില ആൾക്കാരൊക്കെ എന്തോ അത്യാവശ്യ കാര്യത്തിന് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് എഴുന്നേൽപ്പിച്ചേ. എല്ലാം എഴുന്നേറ്റ്. ചിലവർക്കൊക്കെ എന്തെങ്കിലും അത്യാവശ്യക്കാരെ മാനുഷികമായ ആവശ്യങ്ങൾ വരത്തില്ലേ? ഒന്ന് എഴുന്നേറ്റ്. ഇന്ന് എഴുന്നേറ്റ് നിന്നിട്ട് കർത്താവിൻ്റെ വചനം കേട്ടാൽ മതിയേ. കുറച്ച് നേരം എഴുന്നേറ്റ് കേൾക്കാം. അപ്പോൾ അത്യാവശ്യക്കാർക്ക് പോയി വെള്ളം കുടിക്കാനൊക്കെ ചെയ്യാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ അതിനെ കൊണ്ടൊക്കെ ഏറ്റുപറയുകയും ഹൃദയത്തിലൊക്കെ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന കർത്താവേ, എൻ്റെ കർത്താവേ, ഞങ്ങളൊക്കെ ആരാധിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ വിമോചകൻ, അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ. ഹല്ലേലൂയ. നീ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, നീ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴേ ഉടമ്പടിയുടെ ഒന്നാമത്തെ നിബന്ധന എന്താ? നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. ചില സമയത്ത് ഈ നിയോഗം കാരണം നിബന്ധനകൾ ഡാമേജ് ആകും. ഉടമ്പടി ചെയ്ത എല്ലാ സഹോദരനും മനസ്സിലാക്കണം, നിയോഗം കാരണം നിബന്ധന കളങ്കമാകും. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന്
ഒരു ഉദാഹരണം. ഇപ്പം നിൻ്റെ മകൻ, അവൻ്റെ ഭാര്യ, അവനുണ്ട് 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ആൾ ചുറ്റിക്കളിക്കാരനാണെന്ന് വിചാരിച്ചോ? ചുറ്റിക്കളി എന്ന് പറഞ്ഞാൽ എന്നാ? വാട്സപ്പ് എടുത്തിട്ട് വേറെ പെണ്ണുങ്ങളായിട്ട് ലൈൻ അടിക്കുകയാണ് ചുറ്റിക്കളി എന്ന് പറയുന്നത്. അച്ഛൻ നേരെ സംസാരിക്കുകയാണ്. എന്താ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ല നമ്മളിങ്ങനെ മൂടി വെച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. അപ്പം അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്കറിയാം ഇവൻ തരികിടയാണ്, ഇവന് വേറെ ചില കേസ് കെട്ടൊക്കെ ഉണ്ടെന്ന് പറയും. പക്ഷെ അമ്മ മിണ്ടത്തില്ല. അമ്മ എന്താ മിണ്ടാത്തത്? അതെങ്ങാനും ഇപ്പം പണ്ട് ലഘുവും ചോദിച്ചില്ലേ കർത്താവിനോട്, നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന്? അതുപോലെയുള്ള ലഘുവിനെ പോലെ അമ്മയോട് ചോദിക്കും, നിങ്ങൾ എന്നാ എൻ്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് ചോദിക്കുമോ? അമ്മയ്ക്ക് അതല്ല പ്രശ്നം. അതിന് 20,000 രൂപ വെച്ച് അമ്മയ്ക്ക് മന്ത്ലി കൊടുക്കും. ആ കൈ മിക്കവാറും പുറകോട്ട് വരിക്കാൻ സാധ്യതയുണ്ട്. ഇവന് വേറെ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാലേ അമ്മ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൊടുക്കുന്ന ആഹാരത്തിൻ്റെ അടുത്തൂണില്ലേ, പഴയ ഭാഷയാണത്, അതായത് ഓഹരി, അമ്മയ്ക്ക് കൊടുക്കണ ജീവനാംശം പോലെ കൊടുക്കണ സർവൈവൽ സസ്റ്റനൻസ് ഇല്ലേ, കൊടുക്കണ ഓഹരി ഇല്ലേ, അതവൻ കൊടുക്കത്തില്ല. അപ്പോൾ അവൻ കാശെങ്ങാനും തരാതിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ എന്നാ വേണം കാണിക്കട്ടെ, നമ്മളങ്ങോട്ട് നോക്കാതിരുന്നാൽ പോരെ എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ കോംപ്രമൈസ് ചെയ്യും. പക്ഷേ ഈ വിഷയത്തെ ആരാ പറയേണ്ടത്? അമ്മയാണ് ഒന്നാമത്തെ ആൾ പറയേണ്ടത്, അല്ലേ? അമ്മ പറയാത്ത എന്താ കാര്യം? അമ്മ എങ്ങാനും പറഞ്ഞാൽ മാസമുള്ള 20,000 രൂപ ചിലപ്പോൾ 10 പോവും. അപ്പം 10 രൂപ കുറയണത് കാരണം അമ്മ അവൻ്റെ ആത്മാവിൻ്റെ കാര്യങ്ങൾക്ക് എതിരെ നിൽക്കും. അതെന്താ? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞ സതയ്ക്ക് ഇപ്പം ആരായി? 10 രൂപയായി. അതാണ് വിഷയം വരണത്. ചില സമയത്ത് നിബന്ധനകൾ നമ്മുടെ നിയോഗത്തെ ഡാമേജ് ആക്കും. മക്കളെ, എന്താ പ്രശ്നം വെച്ചാൽ കർത്താവിൻ്റെ വചനം നമ്മൾ ആദ്യം എന്നാ വായിച്ചത്? ദൈവവചനം സജീവവുമാണ്, അത് പാസീവല്ല, ആക്റ്റീവാണ്. ദൈവവചനം സജീവമാണെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണത്. ഡെഡ് വേർഡില്ല, മരവിച്ച വചനമില്ല, നിർവീര്യമായ വചനമില്ല, പവർ പോയ വചനമില്ല. വചനം എക്കാലവും ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ലെന്ന് ഈശോ പറഞ്ഞില്ലേ? അതെത്ര മാറ്റിലാണ് കർത്താവ് ആദ്യം ആ വചനം പറഞ്ഞത്. ആ വചനം സൂര്യൻ അസ്തമിക്കുന്നിടത്തോളം കാലം, പ്രപഞ്ചം അസ്തമിക്കുന്നിടത്തോളം കാലം ആ വചനം അതേ ശക്തി തന്നെ നിൽക്കും. കാലം മാറിപ്പോകാം. ഇപ്പോൾ ഫേസ്ബുക്ക് നോക്കിയപ്പോഴേ സ്വതന്ത്രമായ സെക്സ് അനുവദിക്കുന്ന ഒരേ ഒരു രാജ്യങ്ങളൊന്നാണ് സ്പെയിൻ എന്ന്. എനിക്ക് ഭയങ്കര സങ്കടം വന്നുപോയി അത് കേട്ടപ്പോൾ. അത് കത്തോലിക്ക രാജ്യമായിരുന്നു സ്പെയിൻ എന്ന് പറഞ്ഞത്. അപ്പോഴേ 10, 12, 14 വയസ്സുള്ള ആമ്പിള്ളേരും പെമ്പിള്ളേരൊക്കെ ഫ്രീ സെക്സ്, ഒരു പുതപ്പം മൂടിയിട്ട നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് ഒരു പുതപ്പം മൂടി മാത്രം തെരുവിൽ മൂടിയിട്ടാൽ മതി എന്നാണ് പറയണത്. നോക്കിയേ, കാലം മാറിയ പോക്ക് കണ്ടില്ലേ? കാലം മാറിയാലും ദൈവവചനത്തിൻ്റെ പവർ മാറുന്നില്ല. അതാരും വിചാരിക്കേണ്ട. ശാസ്ത്രം വളർന്നു എന്നൊക്കെ പറയാം, സംസ്കാരം മാറിയെന്ന് പറയാം. പക്ഷേ 21:34 ഹെബ്രായർ 12:4-12 തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടത്. ലുക്ക 21:34 അനുസരിച്ച് 36 ഹെബ്രായർ 4:12 മാറ്റാത്ത വചനമാണ്. കാലം മാറിയാലും മാറാത്ത വചനമാണ്. എന്ത് മാറുന്നില്ലെന്നാണ് പറയണത്? ദൈവവചനം സജീവമാണെന്ന്. പിന്നെന്താ പറയണത്? ഊർജ്ജസ്വലം. ഇനി 5000 കൊല്ലം കഴിഞ്ഞാലും ദൈവവചനം ഊർജ്ജസ്വലമാണെന്ന്. അതെന്ത് ചെയ്യും? അത് സന്ധിബന്ധങ്ങളെയും മാംസപേശികളിലും അന്തരംഗങ്ങളിലും തുളച്ച് കയറും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നാണ് പറയണത്? മനുഷ്യൻ്റെ ഒന്ന് പറഞ്ഞേ, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പം നിയോഗം വിവേചിക്കും. അപ്പം ഈ അമ്മ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ മകൻ്റെ തിന്മയ്ക്ക് അമ്മ മൗന അനുവാദം കൊടുത്തിട്ടുണ്ട്, മിണ്ടിയിട്ടില്ലത് ഇല്ലേ? അമ്മയ്ക്ക് അവിടെ കർത്താവിനേക്കാൾ വലുത് മകളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് വലുത്. അതൊക്കെ എന്താ വരണത്? 1-ാം പ്രമാണം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം നിയോഗങ്ങൾ വിവേചിക്കുന്നുണ്ട്, നിയോഗങ്ങളെ വിവേചിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ, എന്തെങ്കിലും ഇതുപോലെ ദൈവത്തിൻ്റെ പക്ഷം ചേരണമെന്നുള്ള ഒരു ഓപ്ഷൻ വന്നാൽ, നിങ്ങൾ അതിൽ നഷ്ടം വന്നാലും ദൈവത്തിൻ്റെ പക്ഷം ചേരുമ്പോഴാണ്
നമ്മൾ പ്രത്യാശയിലേക്ക് പ്രവേശിക്കണത്. അച്ഛൻ ആദ്യം പറഞ്ഞ മക്കളോട് ഓരോ ഘട്ടമുണ്ട്. ഈയം ഉരുക്കാൻ 360 ഡിഗ്രി, ചിലത് 302 ഡിഗ്രി. ഈ വചനങ്ങളുള്ള പ്രത്യേകത എന്താ? ലോകസ്ഥാപനം മുമ്പ് തുടങ്ങി ഇന്ന് വരെ മനുഷ്യന് ആവശ്യമായ എല്ലാം നിത്യത വരെയുള്ള സംഭവങ്ങൾ ദൈവം വാഗ്ദാനമായി നൽകിയിരിക്കുന്നതാണ് വചനം. ക്ലിയർ അല്ലേ? നമ്മളിപ്പോൾ ഈ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മയുടെ മധ്യത എന്താ ചെയ്യണത്? ഈ നമുക്ക് വേണ്ടി നൽകിയ വാഗ്ദാനങ്ങളുടെ ദാനം റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാക്കിൻ്റെ ഉള്ളിലാണ് ദാനം. മനസ്സിലായോ മക്കളെ? വാക്കിൻ്റെ ഉള്ളിലാണ്. ഇപ്പം നിൻ്റെ IELTS-ഉം നിൻ്റെ പ്രൊമോഷനും നിൻ്റെ PR-ഉം നിൻ്റെ എമിഗ്രേഷനും എല്ലാം നേരത്തെ വാഗ്ദാനം ചെയ്തതാണ്. ഈ വാഗ്ദാനം ചെയ്ത് പ്രാപിക്കാൻ വേണ്ടിയാണ് അമ്മയുടെ മധ്യസ്ഥം വെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ വിശ്വാസം, ചില ഈ വാഗ്ദാനങ്ങളിരിക്കുന്ന ദാനത്തെ വിശ്വാസം കൊണ്ട് ചിലത് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല, കട്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണത്? പ്രത്യാശ വരും. പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? പ്രത്യാശ റോമ 5:5 അനുസരിച്ചുകൊണ്ട് കഷ്ടത സഹനശീലവും സഹനശീലം പ്രത്യാശയും. ഇപ്പം ടീനയുടെ സാക്ഷി എനിക്ക് ഇഷ്ടപ്പെടുന്നു പറഞ്ഞില്ലേ? എന്നാ സാക്ഷി എന്നറിയാവോ? അതിലൊരു വിശ്വാസമുണ്ട്. അപ്പോൾ വിശ്വാസത്തിൽ അവൾ ഉടമ്പടി ചെയ്തപ്പോൾ എന്നാ പറ്റി? അവരെന്നാ പറഞ്ഞത്? ഓസ്ട്രേലിയയിൽ നിന്ന് അവർ പറഞ്ഞു, നിങ്ങളുടെ പഴയ ഇൻ്റർവ്യൂ വീഡിയോ ഞങ്ങളുടെ കൈവശമുണ്ട്. അതിൽ ഇൻ്റർവ്യൂ ബോർഡിന് അത് വിസിബിളായിട്ട് വന്നാൽ അക്സെപ്റ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വിസ അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ അവരുടെ വീഡിയോ എടുക്കാൻ അതിൻ്റെ അധികാരികളോട് പറഞ്ഞു. വീഡിയോ കേട്ട ബോർഡിന് അതങ്ങ് അക്സെപ്റ്റബിളായി. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു എല്ലാം കഴിഞ്ഞു. കേസ് സ്റ്റഡി പഠിക്കണം. ഉടമ്പടിയും ആധ്യാത്മിക ശാസ്ത്രവും കേസ് സ്റ്റഡി പഠിക്കണം. കേസ് അവർ എങ്ങനെയാണ്? അപ്പോൾ അടുത്ത പ്രശ്നം വന്നു. അടുത്ത പ്രശ്നം എന്താ? 4 ലക്ഷം രൂപ ഉടനെ അടക്കണം. 4 ലക്ഷം രൂപ ഓസ്ട്രേലിയൻ ഡോളർ വേണം. ഡേറ്റ് ബാർ ഉള്ളതാണ്. ഇത്രയും പെട്ടെന്നുള്ള ഡേറ്റിന് ഇത്രയും കാശ് കിട്ടാൻ മാർഗമില്ല. അവളുടെ സാമ്പത്തിക സ്ഥിതിയാണ് അത്ര. ഡേറ്റ് കുറവാണ്. ഡേറ്റ് അപ്പം നമ്മൾ വളരെ ചിന്തിച്ചിട്ടും ഓരോരുത്തരും കാശ് കിട്ടാനുള്ള ഒരു മാർഗവും ഇല്ല. കാര്യം ഓസ്ട്രേലിയൻ ഡോളറിൽ വേണം അത് കിട്ടാനുള്ള മാർഗമില്ല. അങ്ങനെ ഇരുന്ന് വീണ്ടും ഇവിടെ പ്രാർത്ഥിക്കും. അപ്പോൾ ആദ്യം നിയമം മാറിയത് കൊണ്ട് മാത്രം വിഷയം നടക്കണില്ല. അടുത്ത പരീക്ഷണം വന്നു. അടുത്ത പരീക്ഷണം എന്താണ്? ഓസ്ട്രേലിയൻ ഡോളർ വേണമെന്ന് അടുത്ത പരീക്ഷണം. അപ്പോൾ അടുത്ത പരീക്ഷണത്തിന് ഞാൻ പറഞ്ഞില്ലേ, ലെഡ് ഉരുകണം 365 വെള്ളി ഉരുകണത് 965. അത്രയും ചൂട് വേണം. പിന്നെ അത് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ ശരണപ്പെടും. അതിനാണ് പ്രത്യാശ എന്ന് പറയുമ്പോൾ വിശ്വാസത്തൊക്കെ കൂടിയ സാധനമാണ് പ്രത്യാശ. അതിനകത്ത് ഉപവാസം ഉണ്ടാവും, ദൈവത്തോടുള്ള ശരണമുണ്ടാവും. കാര്യം ദൈവത്തിലേക്ക് നമ്മൾ പിരിയത്തില്ല. വാക്കുകൊണ്ട് പിരിയത്തില്ല, നിലപാട് കൊണ്ട് പിരിയത്തില്ല, നയം കൊണ്ട് പിരിയത്തില്ല. ഈ എല്ലാ നിബന്ധനകൾക്ക് പിന്നെ എന്താണ്? നിബന്ധനയും നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിബന്ധനയ്ക്ക് പറ്റുന്ന ദൈവിക നിലപാടാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ അന്തരംഗം വിവേചിക്കുമ്പോൾ വാട്ട് സ്പിരിറ്റ് ഡിഡ്സ് യു ഈശോ ചോദ്യമാണ്. എന്ത് അരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ലെന്ന്. ലൂക്കാ 9:55 എന്ത് അരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ. അപ്പോൾ അരൂപി ഇപ്പം എന്ത് നിബന്ധന എന്ത് നിയോഗം വെച്ചാലും നമ്മുടെ അരൂപി മോശമാണെങ്കിൽ വിവേചനം വരുമ്പോൾ റിജക്റ്റ് ചെയ്യപ്പെടും. ഇപ്പം അമ്മയുടെ അരൂപി കണ്ടില്ലേ? മകൻ എവിടെ പോയാൽ പാപം ചെയ്താലും ആത്മാവ് നഷ്ടപ്പെടാനും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കിട്ടാനുള്ള കിട്ടിയാൽ മതി എന്നുള്ളൊരു നിലപാടില്ലേ? ഈ നിലപാട് നിയോഗത്തെയും നിബന്ധനകളെയും ഒക്കെ ഡാമേജ് ആക്കും. ഇതിന് അന്തരംഗങ്ങളെ വിവേചിക്കണമെന്ന് പറയണത്. അന്തരംഗങ്ങളെ വിവേചിക്കണമെന്ന് പറയണത്. അപ്പം എൻ്റെ മക്കളെ വിശുദ്ധി എന്ന് പറയുമ്പോൾ ആന്തരികമായും വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആന്തരികമായി വിശുദ്ധി അരൂപിയാൽ നിറയാൻ കവിയാൻ വരും നിതാ ഞങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. അരൂപിയാൽ നിറയാൻ കവിയാൻ വരും നിതാ ഞങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ.
യേശുവേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വളർന്ന് പോവുകയാണ്. എന്തെങ്കിലും കേടാകൂടാൻ വന്നെങ്കിൽ എൻ്റെ മക്കൾ തടസ്സമായല്ലോ, ഇനി എന്നാ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഡൗൺ അടിക്കരുത്. അതിൻ്റെ അർത്ഥം നീ വിശ്വാസത്തിൻ്റെ മേഖലയിൽ നിന്ന് ശരണമേഖലയിലേക്ക് പ്രവേശിക്കണമെന്നേ ഉള്ളൂ. അത് ശരണമേഖലയിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന ഉപവാസം കൊണ്ട് മാത്രം ശരണമേഖലയിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. കർത്താവ് ഒരു രോഗിയെ സുഖമാക്കാൻ, ഒരു എപ്പിലെപ്സി പേഷ്യൻറ്റിനെ സുഖമാക്കാൻ ശിഷ്യന്മാർക്ക് കഴിയാതെ വന്നപ്പോൾ എന്നാ കൊണ്ടാണ് അവനെ സുഖപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയാതെ വന്നെന്ന് ചോദിച്ചപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? പ്രാർത്ഥനയും കൊണ്ട് ഉപവാസം കൊണ്ടല്ലാതെ. ഈ വക 18:8 ലൂക്കാൻ്റെ സുവിശേഷം 18:8. അപ്പോഴേ നിങ്ങൾ നോക്കിയേ, വിഷയങ്ങൾ വരുന്നതനുസരിച്ചുകൊണ്ട് ചില വിഷയങ്ങൾ പ്രാർത്ഥന കൊണ്ട് നടക്കും, ചില വിഷയങ്ങൾ ഉപവാസം കൊണ്ട് നടക്കും, ചില വിഷയങ്ങൾ ഇത് രണ്ടും കൊണ്ട് നടക്കത്തില്ല. ഇത് രണ്ടും കൊണ്ട് നടക്കാത്ത വിഷയങ്ങളും ജീവിതത്തിലുണ്ടെന്നാണ് 18:8 പറയുന്നത്. പിന്നെ എന്നാ കൊണ്ട് നടക്കും? നമ്മൾ നിലപാടുകളിൽ, നയങ്ങളിൽ, സമീപനങ്ങളിൽ ടോട്ടൽ ഫോർ യു ദൈവത്തിൻ്റെ മാത്രമാകണം, ഓപ്ഷൻ ഇല്ല എന്ന്. അപ്പോഴെന്താണ്? അതുകൊണ്ടാണ് നമ്മൾ പ്രേക്ഷിത വേല ചെയ്യണത്. വേലയും കൊണ്ട് നടന്ന് പത്രം കൊടുക്കണില്ലേ? പ്രേക്ഷിത വേലയാണ്. എന്താണ്? ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തനം, കാരുണ്യ പ്രവർത്തി ചെയ്യണില്ലേ? അതായത് നമ്മളുടെ മൂല്യം വർദ്ധിപ്പിക്കണം മക്കളെ. നമ്മുടെ സെൽഫ് എസ്റ്റീം ഇല്ലേ? സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ അഹങ്കാരമല്ല. സെൽഫ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ദൈവതിരുസന്നിധി നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കണം. വർദ്ധിത മൂല്യം, അഡീഷണൽ വാല്യൂ, അതാണ് ഉടമ്പടി നിങ്ങൾക്ക് നൽകണത്. നമ്മുടെ മൂല്യം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഒരു മീനിൻ്റെ ഒരു മൂല്യമുണ്ട്, അത് അച്ചാറായി കഴിയുമ്പോൾ വർദ്ധിത മൂല്യമായി, വില കൂടിയില്ലേ? ഒരു മീനിന് ചിലപ്പോൾ ഒരു തിരുത ഒക്കെ എന്താ ചിലപ്പോൾ 75 രൂപയാണ്. തിരുത അച്ചാറിടുമ്പോൾ 375ആയി, അതിൻ്റെ മൂല്യം കൂടി, വർദ്ധിത മൂല്യമായി. ഉടമ്പടി ചെയ്യുന്ന വ്യക്തി എന്താ ചെയ്യണത്? ഉടമ്പടി അവളുടെയും വില കൂട്ടും, മൂല്യം കൂട്ടും. ഉപവാസം മാത്രമല്ല, അതിലൂടെ മൂല്യം കൂടും. പ്രാർത്ഥന മാത്രമല്ല, അതിലൂടെ മൂല്യം കൂടും. പിന്നെ എന്താണ്? കാരുണ്യ പ്രവൃത്തി ചെയ്യും. പിന്നെ എന്താണ്? പ്രേക്ഷിത പ്രവൃത്തി ചെയ്യും. അപ്പം അങ്ങനെ ഒരു വ്യക്തിയുടെ മൂല്യം ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാതെ എന്ന് ഈശോ പറഞ്ഞില്ലേ? അതാണ് ആഡഡ് വാല്യൂ, മൂല്യവർദ്ധനം. ദൈവ തിരുസന്നിധി സമ്പന്നൻ എന്താണ്? നാട്ടുകാരുടെ മുമ്പിൽ, പാർട്ടിക്കാരുടെ മുമ്പിൽ സമ്പന്നനായിട്ട് എന്നാ കാണിക്കാനാ? ഒന്നും കാണിക്കാനില്ല. പിന്നെ എന്താണ്? ആടെ മുമ്പിൽ സമ്പന്നനാകണം. ലൂക്ക 21:12 ആടെ മുമ്പിൽ സമ്പന്നനാകണം ദൈവ തിരുസന്നിധിയിൽ. വാട്ട് വി ആർ ഡൂയിങ് ആക്ച്വലി? നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ നമ്മുടെ മൂല്യത്തെ വർദ്ധിപ്പിക്കുകയാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ, ഉപവസിക്കുമ്പോൾ, ദാനധർമ്മം ചെയ്യുമ്പോൾ, കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ, പ്രേക്ഷിത വേല ചെയ്യുമ്പോൾ ഓർക്കണം, വി ആർ ആഡിങ് അവർ വാല്യൂസ്. നമ്മുടെ ദൈവ തിരുസന്നിധിയിലുള്ള വാല്യൂ കൂട്ടുകയാണ്. എന്തുകൊണ്ടാണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഉപവാസം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, പ്രാർത്ഥന കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, ഇത് രണ്ടും കൊണ്ട് നടക്കാത്ത കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാരുണ്യപ്രവൃത്തി. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. നീ എളിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ്. ദൈവത്തിന് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ മൂല്യങ്ങളെ നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. ദൈവത്തിന് ചെയ്ത് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന് ചെയ്ത് കൊടുത്തുകൊണ്ട്, ദൈവനാമത്തിൽ പ്രവർത്തിച്ചുകൊണ്ട്, വചനം പാലിച്ചുകൊണ്ട് നമ്മുടെ മൂല്യങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രത്യാശയിലേക്ക് നമ്മൾ വരണത്. ചിലപ്പോൾ പ്രത്യാശ കൊണ്ടും ചില കാര്യങ്ങൾ നടക്കത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉപവാസം പ്രാർത്ഥനയും കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ പ്രത്യാശ കൊണ്ട് നടത്താൻ നോക്കും. അപ്പോൾ കാരുണ്യ പ്രവൃത്തി ആഡ് ചെയ്യും. ചിലപ്പോൾ കാരുണ്യ പ്രവൃത്തി കൊണ്ട് നമ്മുടെ നടക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യും? ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തനം ചെയ്യും. നമ്മൾ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തയുടെ വീണതിന് പ്രതികാരം പിശാചോട് ചെയ്തുകൊണ്ട് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. വിട്ടുകൊടുക്കരുത്, നമ്മളെ വിട്ടുകൊടുക്കത്തില്ല. എന്താണ്? നമ്മളപ്പോൾ സ്നേഹത്തിലേക്ക് പ്രവേശിക്കും. സ്വർണ്ണ ഉരുകണം എങ്ങനെയാണ്? 1605 ഡിഗ്രിയിലാണ് സ്വർണ്ണ ഉരുകണത്. ചില വിഷയങ്ങൾ സ്വർണം പോലെ ഗാഠമാണെങ്കിൽ നമ്മൾ പ്രത്യാശ കൊണ്ട് ഒരുക്കിയില്ലെങ്കിൽ നമ്മളതിനെ സ്നേഹം കൊണ്ട് ഉരുക്കണം. സ്നേഹം കൊണ്ട് ഒരുക്കിയില്ലെങ്കിൽ അതിന് സമർപ്പണം കൊണ്ട് ഒരുക്കം. കൈ അടിച്ചു കിടന്നാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ.